കഴിഞ്ഞ ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ആലോചിച്ചു, ഞാൻ ആരെയാ കണ്ടത്? ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അവമാനിക്കപ്പെടുക ദിവസം. ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല. എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങൾ തന്നെ. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലതും. അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പൊ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പൊ പെട്ടെന്നായപ്പോ അവരും ഞെട്ടി. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയ ചേരിയും കടിക്കൂട്ട, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയണത്.